ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒന്നാണല്ലോ കറ്റാർ വാഴ. എന്നാൽ പലരും ചോദിക്കാറുള്ള പരാതിയാണ് കറ്റാർ വാഴ ഒട്ടും വണ്ണം വയ്ക്കുന്നില്ല, അതുപോലെ കറ്റാർ വാഴ പൂക്കുന്നത് കാണാനൊക്കെ പലവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ കറ്റാർ വാഴയുടെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കാണാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും കറ്റാർ വാഴയുടെ തണ്ട് നല്ല കലത്തോടെ വളരാനും അതിമനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ വിരിയാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ നല്ല രീതിയിൽ വണ്ണം വയ്ക്കാനും ഇതുപോലെ നിറയെ പൂക്കൾ സീസൺ സമയത്ത് നിറയെ പൂക്കൾ ഉണ്ടാവാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ നല്ലൊരു വളം കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല കരുത്തോടെ നമ്മുടെ കറ്റാർ വാഴത്തണ്ട് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതുപോലെ എന്ത് വളമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കറ്റാർ വാഴ നന്നായിട്ട് വളരാനും ആദ്യം വേണ്ടത് ശരിയായ സൂര്യപ്രകാശമാണ്. ഇതൊരു മരുഭൂമി സസ്യമായതുകൊണ്ട് തന്നെ വെയിൽ ഇതിന് വളരെ അത്യാവശ്യമാണ്. ദിവസവും കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നമ്മുടെ ചെടി വയ്ക്കാൻ. എന്നാൽ ഉച്ച സമയത്ത് കഠിനമായിട്ടുള്ള വെയിലിൽ നേരിട്ട് അടിച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചെറിയ ചുവന്ന ഒരു കളറായിട്ട് അത് പഴുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം നല്ല വെയിൽ കിട്ടുന്നതും ഉച്ചയ്ക്ക് ചെറിയ തണൽ ലഭിക്കുന്നതുമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് അത്യാവശ്യം. അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ തുമ്പുവശമൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവും, പിന്നെ അതുപോലെ പഴുത്ത് പോവും, പിന്നെ അടിയിലത്തെ ഇലകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോവും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ചിലവർ ചെടി ഇങ്ങനെ ചീഞ്ഞ് പോകുന്നു, ഇലകൾ പഴുത്ത് പോകുന്നു എന്നൊക്കെ പറയുന്നത് ഓവറായിട്ട് വെള്ളം കൊടുക്കുന്നതും ഓവറായിട്ട് സൂര്യപ്രകാശം ഓവറായിട്ട് വളമൊക്കെ കൊടുക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ചെടിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ചെടിക്ക് വേണം, പക്ഷേ നല്ല രീതിയിൽ നട്ടുച്ചത്തെ വെയിലൊക്കെ അടിക്കുന്ന ഭാഗത്തോട്ട് വെക്കാതെ അത്യാവശ്യം സൂര്യപ്രകാശവും തണലും കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ചെടി വെക്കുക കേട്ടോ. അതുപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെടിയുടെ നന. അപ്പോൾ അതായത് കറ്റാർ വാഴ നശിച്ചു പോകാൻ പ്രധാന കാരണം അമിതമായി വെള്ളം ഒഴിക്കുന്നതാണ്. ഇതിൽ ഇലകൾ ധാരാളം വെള്ളം സംഭരിച്ചിട്ടുള്ളതിനാൽ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. മുകളിലെ മണ്ണ് നന്നായിട്ട് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ വെള്ളം ഒഴിക്കുക. ചെടിച്ചട്ടിയാണെങ്കിൽ അധികമുള്ള വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. വെള്ളം കെട്ടി നിന്നാൽ വേര് ചീഞ്ഞു പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കറ്റാർ വാഴ വണ്ണം വയ്ക്കാൻ ചെയ്യേണ്ട കുറേ കാര്യമുണ്ട്. നമ്മുടെ വീഡിയോസിൽ പലവരും വന്ന് ചോദിക്കാറുണ്ട്. കറ്റാർ വാഴ ജെല്ലിൻ്റെ വീഡിയോസിലും കറ്റാർ വാഴ റിലേറ്റഡ് ഏത് വീഡിയോയിലും വന്ന് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മളിതുപോലെ നല്ല തണ്ടിന് വലുപ്പം വയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ തണ്ട് നല്ല കരുത്തോടെ വണ്ണത്തോടെ വളരാൻ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ആ ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്ന ചെറിയ മുളകളുണ്ടല്ലോ, അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ പറിച്ച് മാറ്റി നടണം. ഈ ചെറിയ ചെടികൾ നമ്മുടെ ആ മദർ പ്ലാന്റ്സിന് ലഭിക്കേണ്ട പോഷകങ്ങളെല്ലാം വലിച്ചെടുത്തുകൊണ്ടാണ് തണ്ട് വണ്ണം വയ്ക്കാത്തത്. അപ്പോൾ രണ്ടാമതായിട്ട് മാസത്തിലൊരിക്കൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. വേരുകളിലേക്ക് വായുസഞ്ചാരം ലഭിക്കുന്നത് ചെടിയുടെ വളർച്ച വേഗത്തിലാകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പലവരും ചോദിക്കാറുണ്ട്, ഇതുപോലെ കറ്റാർ വാഴ പൂക്കൾ ഉണ്ടാവുന്നത് കാണാൻ ഒരു ഭംഗിയാണ്, അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് 3 വർഷത്തിലധികം, അത് ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണയൊക്കെ പൂക്കാറുണ്ട്. പ്രായമായ ചെടികളിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്, മദർ പ്ലാന്റ്സിലൊക്കെയാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. ചെടിക്ക് നല്ലൊരു പ്രായമാകുമ്പോൾ അതിൽ നിന്നും നല്ല നീളൻ തണ്ട് വരികയും മുകളിൽ ഓറഞ്ച് അല്ലെങ്കിൽ നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ വരികയും ചെയ്യും. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ നൽകുന്നതാണ് ഗുണകരം. വേനൽക്കാലത്താണ് സാധാരണയായിട്ട് കറ്റാർ വാഴ പൂവിടുന്നത്. ഏകദേശം നമുക്ക് ഇവിടെയൊക്കെ ഡിസംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളൊക്കെ നൽകുന്നത് ഗുണകരമാണ്. ചെടിക്ക് ആവശ്യത്തിന് പോഷകങ്ങളും ശരിയായ വെയിൽ ലഭിച്ചാൽ നിങ്ങളുടെ വീട്ടിലും കറ്റാർ വാഴ പൂക്കുന്നത് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം അടങ്ങിയ കൂടുതൽ വളങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വളങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് ഭയങ്കര ഗുണമാണ് കേട്ടോ. ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാനും, ഇതിൻ്റെ ചെറിയ തേനൊക്കെ ഉണ്ട്, അത് നമുക്കിങ്ങനെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്, പ്രത്യേകിച്ച് മണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി നിൽക്കുന്നത്. ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് കറ്റാർ വാഴ പൂക്കൾ. ഇത് ഉണ്ടാകുന്ന വീട്ടിൽ അത്രയേറെ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ കറ്റാർ വാഴ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. അതുപോലെ നമ്മുടെ ചെടിച്ചട്ടി നല്ല ഇതുപോലെ തിങ്ങി നല്ല നിറയെ പ്ലാന്റ്സുകൾ ഉണ്ടാവാനും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നല്ലതാണ്.
നമ്മുടെ കറ്റാർവാഴ ചെടിക്ക് കരുത്ത് നൽകാൻ വേണ്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ചില വളങ്ങളുണ്ട്. നമുക്ക് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച ശേഷം അതിൻ്റെ തെളിവെള്ളം കൊടുക്കുന്നതൊക്കെ നൈട്രജൻ ലഭിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ചപ്പും നല്ല വണ്ണവും ഒക്കെ നൽകും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ച് ചോട്ടിൽ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അത് കാൽസ്യം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ച ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ചെടിയുടെ ആരോഗ്യത്തിനൊക്കെ മികച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ കറ്റാർവാഴ ചെടി നല്ല രീതിയിൽ വലിപ്പത്തോടെ വളരുകയും ചെയ്യും. തണ്ടിനൊക്കെ നല്ല രീതിയിൽ വലിപ്പം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കറ്റാർവാഴ ചെടിയുടെ കരുത്തിട്ട വളർച്ചയ്ക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മിക്സ് വളം തയ്യാറാക്കാം. ഇതിനൊക്കെ ആദ്യമായിട്ട് വേണ്ടത് ഉണക്കി പൊടിച്ച മുട്ടത്തോടട്ടോ, നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച പഴത്തൊലിയും അതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് തേയിലച്ചണ്ടി ഇത് തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്യുക. മുട്ടത്തോട് ചെടിക്ക് ആവശ്യമായ കാൽസ്യം നൽകുമ്പോൾ പഴത്തൊലി പൊട്ടാസ്യത്തിൻ്റെ ഉറവിടമാണ്. തേയിലച്ചണ്ടി മണ്ണിലെ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. മാസത്തിലൊരിക്കൽ ഈ ഒരു മിശ്രിതം 2 സ്പൂൺ വീതം നമ്മുടെ ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ മണ്ണ് ഇളക്കിയിട്ട ശേഷം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. തണ്ടുകൾക്ക് നല്ല വണ്ണം വയ്ക്കാനും പൂക്കൾ വിരിയാനും ഏറെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉപയോഗിക്കുമ്പോൾ അതിൽ പഞ്ചസാരയുടെയും പാലിൻ്റെ അംശവും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതായത് തേയിലച്ചണ്ടി കൊടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചായ ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന ചണ്ടി നന്നായിട്ട് കഴുകി ഉണക്കി മാത്രം ഉപയോഗിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തൊണ്ട് എടുത്ത ശേഷം അത് നന്നായിട്ട് പൊടിച്ച് പൗഡറാക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴത്തൊലി, അത് നമുക്ക് കിട്ടുന്ന പഴത്തൊലി എല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി ഇതൊരു മിക്സ് ആയിട്ട് പൊടിച്ച് ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച് വെക്കുമ്പോൾ മാറ്റി മാറ്റി പൊടിപ്പിച്ച് വെക്കുക കേട്ടോ. കാരണം നമ്മുടെ മറ്റുള്ള ചെടികൾക്ക് മുട്ടത്തൊണ്ട് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെക്കുക. അതെല്ലാം നമുക്ക് കറ്റാർവാഴയ്ക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ സവാളത്തോണ്ടും കൂടി പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയെന്ന് വെച്ചാൽ ഇത് ചെടി തിങ്ങിയാണ് ഇതിൻ്റെ ആ ഒരു ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും കുഞ്ഞു വേരുകൾ ഇങ്ങനെ പൊട്ടി നിൽക്കുക. അതായത് കുഞ്ഞു തൈകൾ ഇങ്ങനെ മുളച്ച്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് മേൽഭാഗം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നനച്ച് കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു വളം ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുക. അതായത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കുകയോ അല്ലെങ്കിൽ നേർപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിൽ ഇത് 2 സ്പൂൺ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് എങ്ങനെ കൊടുത്താലും നമ്മുടെ ചെടിക്ക് നല്ലതാണ്. ആഴ്ചയിൽ 2 വട്ടോ ഒരു തവണയൊക്കെ നിങ്ങൾക്ക് 2 സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനും നമ്മുടെ ചെടിക്ക് നല്ല തണ്ടിന് വലിപ്പം വയ്ക്കാനും നല്ല കരുത്തോടെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വളം നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു വളം ഇട്ട് കൊടുത്തതിന് ശേഷം. അതുപോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മാറ്റി നടത്തില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ പോട്ട് മിക്സിൻ്റെ കൂടെ ഈ ഒരു വളവും മുട്ടത്തോണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ആ ചെടിക്ക് നല്ല കരുത്തോടെ ആയിരിക്കും വളരുന്നത്. അതായത് തണ്ടിന് നല്ല വലിപ്പത്തോടെ ആയിരിക്കും വളരുന്നത്. നല്ല ജെല്ലൊക്കെ കാണും. അപ്പോൾ നമ്മുടെ മുഖ സൗന്ദര്യത്തിനും അതുപോലെ സ്കിൻ കെയർ അതുപോലെ ഹെയർ കെയറിനൊക്കെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് കറ്റാർവാഴ. അപ്പോൾ എല്ലാവരും കറ്റാർവാഴ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ വീട്ടിൽ ആർക്കും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. കാരണം ഓവറായിട്ട് വളത്തിൻ്റെ ആവശ്യമില്ല, ഓവർ കെയറിങ്ങും വേണ്ട. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കറ്റാർവാഴ നിൽക്കും. കാരണം ഒത്തിരിയേറെ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് നമ്മുടെ കറ്റാർവാഴ ചെടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ കറ്റാർവാഴ ചെടി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വെറുതെ കളയുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ കരുത്തിട്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഈ ഒരു വളം നമുക്ക് റോസ ചെടിക്കൊക്കെ നല്ലതാണ് കേട്ടോ. റോസയിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കമൻറ്റും ചെയ്യുക. അതുപോലെ നമ്മുടെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ചെടിയുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം. അതായിരിക്കും. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.